Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Okay. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് EHR അതുപോലെ തന്നെ പേപ്പർ റെക്കോർഡ്സിന്റെ കമ്പയർ ചെയ്ത കാര്യങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം യൂസ്ഫുൾനെസ് ഫോർ പേഷ്യൻസ്. ഓക്കെ, പേഷ്യൻസിന് എങ്ങനെയാണ് ഈ HIS എങ്ങനെയാണ് എന്താണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എങ്ങനെയാണ് യൂസ്ഫുൾ ആകുന്നത്? ഓക്കെ, HISയുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എങ്ങനെയാണ് യൂസ്ഫുൾ ആകുന്നത് നോക്കാം. Sharing their electronic health records with people who have type 2 diabetics for help them to reduce their blood sugar levels. This is a means of helping people understand their own health condition and making them involved actively in its management. They could also be useful in research. It enables various scientific analysis and novel tools. എന്താണ് പറയുന്നത്? ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെയാണ് പറയുന്നത്. എന്താണ് ടൈപ്പ് 2 ഡയബറ്റിക്സ് ഉള്ള ഒരു പേഷ്യൻസിന് അവർക്ക് ഇങ്ങനെ EHR ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ഷെയർ ചെയ്യുന്നതിലൂടെ അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാൻ പറ്റും. എങ്ങനെയാ കുറയ്ക്കാൻ പറ്റുന്നത്? അവരുടെ വിവരങ്ങൾ അവരുടെ കയ്യിലേക്ക് കിട്ടുകയാണല്ലേ. ആ പ്രമേഹത്തിന്റെ കാര്യങ്ങൾ, ഷുഗറിന്റെ ആ കാര്യങ്ങളെല്ലാം എല്ലാ ഡീറ്റെയിൽസുകളും EHR റെക്കോർഡ്സിലൂടെ ആ പേഷ്യൻസിന് കിട്ടുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ അയാളുടെ ഷുഗർ ലെവൽ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കാണുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അയാളുടെ ആ ഷുഗർ ലെവല് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇല്ലേ? അപ്പൊ അങ്ങനെയാണ് ഇതില് പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ടൈപ്പ് 2 ഒരു എക്സാമ്പിൾ പോലെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ടൈപ്പ് 2 ഡയബറ്റിക്സ് ഉള്ള ഒരു പേഷ്യൻസിന് ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ഷെയർ ചെയ്യുമ്പോൾ അയാളുടെ എല്ലാ വിവരങ്ങളും, ഷുഗർ ലെവലിന്റെ എല്ലാ കാര്യങ്ങളും, എല്ലാ ഡീറ്റെയിൽസുകളും ആ ഷെയറിങ് ഇലക്ട്രോണിക്കലി ഷെയർ ചെയ്യുമ്പോൾ ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. It is the means of helping people understand their own health condition and making them involved actively in its management. അപ്പൊ എന്താണ് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അതുവഴി ഐഡന്റിഫൈ ചെയ്യാനായിട്ടും അതുപോലെ നല്ല രീതിയിൽ അതിനെ മാനേജ് ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട് അല്ലെ EHRയിലൂടെ. അങ്ങനെ ഹെൽത്ത് കണ്ടീഷൻ ഐഡന്റിഫൈ ചെയ്ത് അത് നല്ല രീതിയിൽ അയാളുടെ കണ്ടീഷൻ എങ്ങനെയാണ് നല്ല രീതിയിൽ ബ്ലഡ് ഷുഗർ ഹൈ ആണെങ്കിൽ അത് ലോ ലെവലിലേക്ക് ആക്കാനായിട്ട് ബാലൻസ് ചെയ്ത് പോകാനായിട്ട് പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ്? They could also be useful in research which enables various scientific analysis and novel tools. Novel എന്ന് പറഞ്ഞാൽ new. Okay, novel means new. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ഇങ്ങനെ EHRയിലൂടെ എന്താണ് നല്ല പുതിയ പുതിയ റിസർച്ചുകൾക്ക് യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ എന്താണ് ഒരു പുതിയൊരു ടൂൾ ആയിട്ടും EHR പ്രവർത്തിക്കുന്നുണ്ട്. പല ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിലൂടെ. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു അല്ലെ, പേഷ്യൻസിന് അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയ്ക്കാനായിട്ടല്ലേ അവരുടെ എല്ലാ ഡീറ്റെയിൽസുകളും അതിലൂടെ ഷെയർ ചെയ്തുകൊണ്ട് ആ രോഗം എന്താണ് ഷുഗർ ലെവൽ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെ ഒരു ന്യൂ ടൂൾ ആയിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു റിസർച്ച് സയന്റിഫിക് ആയിട്ടുള്ള അനലൈസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ EHR യൂസ്ഫുൾ ആണെന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? യൂസ്ഫുൾനെസ് ഫോർ പേഷ്യൻസ്. ഇനി രണ്ടാമത്തെ കാര്യമാണ് പറയുന്നത് ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് എന്തായിരുന്നു? EHR അല്ലെ, ടൈപ്പ് ഓഫ് ക്ലിനിക്കൽ ഇൻഫോർമേഷൻ സിസ്റ്റം. ഫസ്റ്റ് വൺ ആയിരുന്നു EHR എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് എന്ത് ലബോറട്ടറി ഇൻഫോർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. അതിന്റെ ഷോർട്ട് ഫോം ആണ് എന്ത്?
LIMS. അണ്ടർലൈൻ ചെയ്യാട്ടോ. ഇനി LIMS-നെ എന്താണ് മൂന്ന് വിധത്തിൽ അവിടെ താഴെ എഴുതിയിട്ടുണ്ട് അല്ലെ. എന്താണ് ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ് സംടൈംസ് ഇൻഡിക്കേറ്റഡ് ടു അസ് എ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. അണ്ടർലൈൻ ചെയ്യാം. ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തൊക്കെ പറയുന്നുണ്ട്? ഓർ ലബോറട്ടറി മാനേജ്മെന്റ് സിസ്റ്റം LMS. LIS, LIMS, LMS മൂന്ന് വിധത്തിലാണ് പറയുന്നത്. അണ്ടർലൈൻ ചെയ്ത് വെക്കാട്ടോ. Is a software based solution. Software based solution ആണ് with features that give support to a modern laboratories operations. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ LIMS ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ LIMS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലാബിന്റെ വർക്ക് ഫ്ലോ ഏറ്റവും സിംപ്ലിഫൈ ആക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് എന്ത്? LIMS അല്ലെങ്കിൽ LMS അല്ലെങ്കിൽ LIS എന്ന് പറയുന്നത് കേട്ടോ. അണ്ടർലൈൻ ചെയ്യാം. അപ്പൊ ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് അല്ലെ സോഫ്റ്റ്വെയർ ആണ് അല്ലെ. ഇതിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്? ലാബിന്റെ വർക്ക് ഫ്ലോ ഏറ്റവും സിംപ്ലിഫൈ ചെയ്യാനായിട്ടാണ് ഈ ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് കീ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ്? എന്തൊക്കെയാണ് അതിനുള്ള കീ ഫീച്ചേഴ്സ്? അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. ബട്ട് ആർ നോട്ട് ലിമിറ്റഡ് ടു വർക്ക് ഫ്ലോ ആൻഡ് ഡാറ്റ ട്രാക്കിംഗ് സപ്പോർട്ട്, ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ ആൻഡ് ഡാറ്റ എക്സ്ചേഞ്ച് ഇന്റർഫേസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കീ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ നോക്കിയേ. ഫസ്റ്റ് വൺ ആണ് എന്ത്? വർക്ക് ഫ്ലോ എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ പറഞ്ഞു വർക്ക് ഫ്ലോ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. എവിടെയാണ്? ലാബിന്റെ വർക്ക് ഫ്ലോ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട്. അതാണ് ഫസ്റ്റ് ഫീച്ചർ ആയിട്ട് പറയുന്നത്. ഇനി എന്താണ്? ഡാറ്റ ട്രാക്കിംഗ് അല്ലെ. ഡാറ്റകള് പേഷ്യൻസിന്റെ ഡാറ്റകള് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ സോഫ്റ്റ്വെയർ സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? ഫ്ലെക്സിബിൾ ആർക്കിടെക്ചർ അല്ലെ. ആർക്കും നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ മീനിങ് എന്താ? ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാല് എന്താണ്? ഫ്ലെക്സിബിൾ സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ എന്താണ്? വഴക്കം എന്നൊക്കെ പറയാം അല്ലെ. അപ്പൊ ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും വഴങ്ങുന്ന രീതിയിൽ അല്ലെ, എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വഴങ്ങുന്ന രീതിയിൽ അല്ലെങ്കിൽ എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ഈ സോഫ്റ്റ്വെയർ ഹാൻഡിൽ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ആൻഡ് എക്സ്ചേഞ്ച് ഇന്റർഫേസ്, ഡാറ്റ എക്സ്ചേഞ്ച് ഇന്റർഫേസസ്. എന്താണ്? ഡാറ്റകൾ എക്സ്ചേഞ്ച് അല്ലെ, ഷെയർ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ഡാറ്റകൾ ഷെയർ ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയർ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം LIMS എന്ന് പറഞ്ഞാല് ലബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അത് രണ്ട് വിധത്തിലും പറയുന്നുണ്ട് അല്ലെ. LIS-ഉം അതുപോലെ LMS-ഉം. LIS എന്ന് പറഞ്ഞാല് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. LMS എന്ന് പറഞ്ഞാല് ലബോറട്ടറി മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഇതൊരു സോഫ്റ്റ്വെയർ ആണ് അല്ലെ. എന്തിനു ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്? ലാബുകളില് അതിന്റെ വർക്ക് ഫ്ലോ ഏറ്റവും സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് LIMS. ഓക്കെ, അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാല് വർക്ക് ഫ്ലോ മാനേജ് ചെയ്യുന്നുണ്ട്. ഡാറ്റ ട്രാക്കിംഗ്, പേഷ്യൻസിന്റെ ഡാറ്റകള് നല്ല രീതിയിൽ ട്രാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആർക്കിടെക്ചർ ആണ്. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ പറഞ്ഞത് എന്താണ്? ഡാറ്റ എക്സ്ചേഞ്ച് ഇന്റർഫേസസ്. നമുക്ക് പെട്ടെന്ന് ഡാറ്റകൾ ഷെയർ ചെയ്യാനായിട്ട് ഈ സോഫ്റ്റ്വെയർ സഹായിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് കീ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. which fully supported with use in regulated environment. The features and the uses of a LIMS have developed over the years of simple sample tracking to a enterprises resource planning tool that manages manifold aspects of laboratory informatics. അപ്പൊ ഇവിടെ പറയുന്നത് LIMS വർഷങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ,
വർഷങ്ങളായിട്ട് LIMS എന്ന് പറഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ആദ്യകാലങ്ങളിൽ എന്തായിരുന്നു? സാമ്പിൾ ട്രാക്കിംഗ് ആയിരുന്നു. ഓക്കെ, ഓരോ വർഷം കൂടുന്തോറും എന്താണ് ലാബിന്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയുള്ള ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. LIMS എന്ന് പറഞ്ഞാല് ഓരോ വർഷം കൂടുന്തോറും വർഷങ്ങള് ആയിട്ട് ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഫസ്റ്റ് എന്തായിരുന്നു? സാമ്പിൾ ട്രാക്കിംഗ് ആയിരുന്നു. ആദ്യ കാലങ്ങളില് സാമ്പിൾ ട്രാക്കിംഗ് ആയിരുന്നു. പിന്നീടാണ് ലബോറട്ടറി ഇൻഫോർമാറ്റിക്സ് എന്ന വലിയൊരു സംവിധാനത്തിലോട്ട് വന്നത്. ഓക്കെ, ആദ്യകാലങ്ങളില് എന്തായിരുന്നു? സാമ്പിൾ ട്രാക്കിംഗ് ആയിരുന്നു. പിന്നീട് വർഷങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ. പിന്നീട് എങ്ങനെയായിട്ട് വന്നു? ലബോറട്ടറി ഇൻഫോർമാറ്റിക്സ് എന്ന സംവിധാനത്തിലോട്ട്. ഓക്കെ, ജസ്റ്റ് ആ ചിത്രങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ച് കാണാറില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ. എന്താണ് LIMSന്റെ മറ്റൊരു പേര് എന്താണെന്ന് ചോദിക്കാം. LISഉം LMSഉം. അതുപോലെ എവിടെ ഉപയോഗിക്കുന്നതാണ്? ലാബിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ സംവിധാനമാണ് അല്ലെ. വർക്ക് ഫ്ലോ സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അതിന്റെ ഫീച്ചേഴ്സ് അടയാളപ്പെടുത്തി വെച്ചില്ലേ, മാർക്ക് ചെയ്ത് വെച്ചില്ലേ? ഫീച്ചേഴ്സ് നോക്കാം. അതുപോലെ തന്നെ ആദ്യകാലങ്ങളിൽ എന്താണ്? സാമ്പിൾ ട്രാക്കിംഗ് ആയിരുന്നു. പിന്നീടാണ് ലബോറട്ടറി ഇൻഫോർമാറ്റിക്സ് എന്ന സംവിധാനത്തിലോട്ട് വന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ചെറിയൊരു പാരഗ്രാഫ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇതധികം ഇമ്പോർട്ടൻസ് അല്ല, എന്നാലും പറയാം, നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം കേട്ടോ. There is no useful definition of the term LIMS since it is used to encompasses the number of different laboratory informatics components. The spread and the depth of the components is greatly depend on the LIMS implementation itself. All LIMS have a workflow component and some summary data management facilities, but beyond that there are notable differences in functionality. ഇവിടെ പറയുന്നത് ഒരുപാട് എന്താണ് നമ്മൾ പറഞ്ഞു. ഈ LIMS എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിനിഷൻ ഒന്നും അതിലില്ല. ഡെഫിനിഷൻ ഒന്നും പറയാൻ പറ്റത്തക്കതായിട്ടുള്ള അതൊന്നും അതിനകത്തില്ല. LIMS എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. എന്നാലും എന്താണ്? ഒരുപാട് സോഫ്റ്റ്വെയർ കമ്പോണന്റ്. LIMS എന്ന് പറഞ്ഞാൽ ആ പാരഗ്രാഫിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് സോഫ്റ്റ്വെയർ കമ്പോണന്റിനെ കൂടി എടുത്തിട്ട് കമ്പോണന്റിനെ കൂട്ടി ഒരുപാട് സോഫ്റ്റ്വെയർ കമ്പോണൻസിനെ കൂട്ടിയെടുത്തിട്ടാണ് കൂട്ടിവെച്ചിട്ടാണ് LIMS ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പൊ പറയാം, വലിയൊരു രീതിയിൽ ഇപ്പൊ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട്, ചെറിയ രീതിയിൽ ഓപ്പറേഷൻസ് നടക്കുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട് അല്ലെ. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വലിയ രീതിയിലാണ് അവിടുത്തെ ഓപ്പറേഷൻസ് ഒക്കെ നടക്കുന്നത്. അപ്പൊ വലിയ രീതിയിലുള്ള ഹോസ്പിറ്റൽസ് ആണെങ്കിൽ ഒരുപാട് LIMS കമ്പോണന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഓക്കെ, ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഒരുപാട് ഓപ്പറേഷൻസ് അവിടെ നടക്കും അല്ലെ. ഒരുപാട് കാര്യങ്ങളാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ നടക്കുന്നത്. ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്? കൂടുതൽ നമ്മൾ കെയർ കൊടുക്കേണ്ട രോഗികൾ ഉണ്ടാവും. ഒരുപാട് ഓപ്പറേഷൻസും അങ്ങനെയുള്ള നമുക്കറിയാം അല്ലെ. അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ ഒരുപാട് LIMS കമ്പോണൻസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും അവിടുത്തെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ചെറിയ രീതിയിലാണെങ്കിലോ, ചെറിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റൽ ആണെങ്കിലോ ഒരുപാട് കമ്പോണൻസ് വേണോ? എന്താണ് അഭിപ്രായം? ഒരുപാട് കമ്പോണൻസ് വേണോ? ഒരുപാട് LIMS കമ്പോണൻസ് വേണോ? വേണ്ട ആവശ്യമില്ല അല്ലെ. അതിനനുസരിച്ചിട്ടുള്ള അല്ലെ സ്മോൾ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ എന്താണ്? ചെറിയ രീതിയിലുള്ള സംവിധാനം അവിടെ മതി അല്ലെ. ചെറിയ രീതിയിലുള്ള സംവിധാനം കമ്പോണൻസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവിടുത്തെ LIMS ഉള്ളത്. അത്ര മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കാനുള്ളത് എന്താണ്? നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ആ പാരഗ്രാഫിലുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എന്ത്? റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. അതെന്തായിരിക്കാം റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം?
പറയാൻ പറ്റുമോ? ഏത് ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന കാര്യങ്ങളാണ് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാല്? ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ വർക്ക് ഫ്ലോ ആണ് അവിടെ സിംപ്ലിഫൈ ചെയ്യുന്നത്? റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോ എക്സ്റേ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ വർക്ക് ഫ്ലോസ്. ഓക്കെ, സ്കാനിങ് ഉണ്ട്, എക്സ്റേ, CT അല്ലെ, MRI, അങ്ങനെ വിവിധ തരത്തിലുള്ള സ്കാനിങ്ങുകളാണ് അല്ലെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത്. അപ്പോ അവിടുത്തെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ വർക്ക് ഫ്ലോസ് സിംപ്ലിഫൈ ആക്കുന്നതിന് വേണ്ടതായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് ഇത് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നോക്കാം, റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം RIS. ഓക്കെ, ഇതിന്റെ ഷോർട്ട് ഫോം ആണ് RIS. അണ്ടർലൈൻ ചെയ്യാം. ഈസ് ദ core system for the electronic management of imaging department. The major functions of the RIS can consist of ഏതൊക്കെയാണ് മേജർ ഫങ്ഷൻസ് എന്ന് പറയുന്നത്? പേഷ്യന്റ് ഷെഡ്യൂളിംഗ് അല്ലെ, റിസോഴ്സ് മാനേജ്മെന്റ്, എക്സാമിനേഷൻ പെർഫോമൻസ് ട്രാക്കിംഗ്, റിപ്പോർട്ടിംഗ്, റിസൾട്ട് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊസീജിയർ ബില്ലിംഗ്. ഇത്തരം കാര്യങ്ങളാണ് അവിടെ നടക്കുന്ന മേജർ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത് അല്ലെ. പേഷ്യന്റിനെ ഷെഡ്യൂൾ ചെയ്യണം, റിസോഴ്സുകൾ മാനേജ് ചെയ്യാം അല്ലെ, എക്സ്റേ, CT സ്കാൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അതിന് എന്ത് വേണം? റിസോഴ്സുകൾ വേണം. അപ്പൊ അതിന് വേണ്ടതായിട്ടുള്ള റിസോഴ്സുകളെ മാനേജ് ചെയ്യാം, എക്സാമിൻ ചെയ്യാം, എല്ലാ കാര്യങ്ങളും പെർഫോമൻസ് ഒക്കെ എക്സാമിൻ ചെയ്യാം. റിപ്പോർട്ടിംഗ് വേണം, റിസൾട്ട് അല്ലെ, റിസൾട്ട് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. അതുപോലെ പ്രൊസീജിയേഴ്സ്, ബില്ലിംഗ് അല്ലെ, എക്സ്റേ എടുത്തിട്ട് നമുക്ക് വെറുതെ പോകാൻ പറ്റില്ല അല്ലെ, എക്സ്റേയുടെ എന്ത് കൊടുക്കണം നമുക്ക്? ബില്ലിങ് അല്ലെ, ക്യാഷ് പേയ്മെന്റ് ചെയ്യേണ്ടതുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് മേജർ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. RIS-ന്റെ റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ മേജർ ഫങ്ഷൻസ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ RIS എന്ന് പറഞ്ഞാല് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. എന്താണ് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാല്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ വർക്ക് ഫ്ലോ സിംപ്ലിഫൈ ചെയ്യുന്ന ഏറ്റവും സോഫ്റ്റ്വെയർ സംവിധാനത്തെയാണ് നമ്മൾ പറയുന്നത് അല്ലെ. റേഡിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ വർക്ക് ഫ്ലോസ് സിംപ്ലിഫൈ ചെയ്യുന്നതിനുള്ള സോഫ്റ്റ്വെയർ സംവിധാനത്തെയാണ് നമ്മൾ റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ ഷോർട്ട് ഫോംസ് ചുരുക്കി എഴുതുന്നത് എങ്ങനെയാണ്? RIS. അതുപോലെ അതിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് പേഷ്യന്റ് ഷെഡ്യൂളിംഗ്, റിസോഴ്സ് മാനേജ്മെന്റ്, എക്സാമിനേഷൻ ഓഫ് പെർഫോമൻസ് ട്രാക്കിംഗ്, റിപ്പോർട്ടിംഗ്, റിസൾട്ട് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊസീജിയർ ബില്ലിംഗ്. ഓക്കെ, ഇനി നോക്കാം. RIS complements the HIS, Hospital Information System, and PACS, Picture Archiving and Communication System. Okay, Archiving and Communication System. അതാണ് പാക്കിന്റെ ഫുൾ ഫോം ആയിട്ട് പറയുന്നത് കേട്ടോ. എന്തൊക്കെയാണ്? പിക്ചർ ആർക്കൈവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അതുപോലെ തന്നെ HIS എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ആൻഡ് ഈസ് ക്രൂഷ്യൽ ടു എഫിഷ്യന്റ് വർക്ക് ഫ്ലോ ടു റേഡിയോളജി പ്രാക്ടീസസ്. ഇവിടെ പറയുന്നത് ഈ RIS റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്നാല് രണ്ട് കാര്യങ്ങൾ ചേർന്നതാണ്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? HIS അല്ലെ, HIS-ഉം PAC-ഉം. HIS എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. അതുപോലെ തന്നെ PAC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പിക്ചർ ആർക്കൈവിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അപ്പോ RIS എന്ന് പറഞ്ഞാല് രണ്ട് കാര്യങ്ങൾ കൂടിച്ചേർന്നതാണ്, HIS-ഉം അതുപോലെ തന്നെ PAC-ഉം. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ? അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും അല്ലെ, എല്ലാ വർക്ക് ഫ്ലോസും എഫിഷ്യന്റ് ആയിട്ട് ഇത് രണ്ടും കൂടി ചേർന്ന് റേഡിയോളജിയിലെ എല്ലാ വർക്കും എഫിഷ്യന്റ് ആക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് അവിടെ വരുന്നത്. നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ് റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാല് അതിന്റെ ചുരുക്ക രൂപമാണ്
RIS. അതുപോലെ തന്നെ റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്നാൽ എന്താണ്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ വർക്ക് ഫ്ലോസ് ഏറ്റവും എന്താണ് നല്ല രീതിയിൽ അല്ല വർക്ക് ഫ്ലോസ് ഏറ്റവും സിംപ്ലിഫൈ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ സംവിധാനത്തെയാണ് നമ്മൾ പറയുന്നത് RIS എന്ന്. അതുപോലെ തന്നെ അതിന്റെ ഫങ്ഷൻസ്, മേജർ ഫങ്ഷൻസ് ആണ് എന്തൊക്കെ? പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ഉണ്ട്, റിസോഴ്സ് മാനേജ്മെന്റ് ഉണ്ട്, എക്സാമിനേഷൻ പെർഫോമൻസ് ട്രാക്കിംഗ്, റിപ്പോർട്ടിംഗ്, റിസൾട്ട് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊസീജിയർ. ഇനി അതുപോലെ തന്നെ RIS എന്ന് പറഞ്ഞാല് രണ്ട് കാര്യങ്ങൾ കൂടിച്ചേർന്നതാണ്. ഏതൊക്കെയാണ്? HIS-ഉം അതുപോലെ പാക്കും. ഇനി ഇവ രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ വർക്ക് ഫ്ലോസ് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് നടത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ ആണോ? വായിച്ചു നോക്കിയേ, PMC ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് പറയാം. അപ്പൊ റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ബേസിക് ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. പഠിക്കാൻ കുറച്ച് പോയിന്റ്സ് ഉണ്ട്, ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് commonly support the following features. ഏതൊക്കെയാണ് ഫസ്റ്റ് വരുന്നത്? പേഷ്യന്റ് രജിസ്ട്രേഷൻ ആൻഡ് ഷെഡ്യൂളിംഗ്. പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഷെഡ്യൂളിംഗ് ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട്. ഇനി എന്താണ്? പേഷ്യന്റ് ലിസ്റ്റ് മാനേജ്മെന്റ്. ഇതാണ് പേഷ്യൻസിന്റെ ലിസ്റ്റുകൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് എന്താണ്? റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെയാണ്. ഇനി മൊഡാലിറ്റി എന്ന് പറഞ്ഞാല് രീതികൾ കേട്ടോ, പല രീതികൾ. മൊഡാലിറ്റി ഇന്റർഫേസ് യൂസിങ് വർക്ക് ലിസ്റ്റ്. ഇവിടെ പറയുന്നത് എന്താണ്? നമ്മളിപ്പോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ പല കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ, പല രീതികളിലൂടെയാണ് ഇമേജസുകൾ എടുക്കുന്നത് അല്ലെ. എക്സ്റേസ് ചെയ്യുന്നുണ്ട്, CT സ്കാൻ, MRI, അങ്ങനെ പല രീതികളിലൂടെയാണ് ഇമേജുകൾ എടുക്കുന്നത്. അങ്ങനെ ഇമേജുകൾ എടുക്കുന്നതിനുള്ള വർക്ക് ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട് സഹായിക്കുന്നത് എന്താണ്? റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെയാണ്. ഇനി എന്താണ്? വർക്ക് ഫ്ലോ മാനേജ്മെന്റ് വിത്തിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റേഡിയോളജി. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? വർക്ക് ഫ്ലോസ് അല്ലെ, ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ
റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില് വർക്ക് ഫ്ലോസ് കുറെ കൂടി ഈസി ആയിട്ട് ചെയ്യാനായിട്ട് അല്ലെ, പല നമുക്കറിയാം ഒരു ദിവസം തന്നെ പല എക്സ്റേ ഉണ്ടാവും, സ്കാനിങ് ചെയ്യുന്നുണ്ടാവും, അങ്ങനെ ഭയങ്കര ഇപ്പൊ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ തിരക്കാണല്ലേ നമ്മൾ കാണാറുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ്, അങ്ങനെ ആ ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ വർക്ക് ഏറ്റവും സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതാണ് വർക്ക് ഫ്ലോ മാനേജ്മെന്റ് വിത്തിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റേഡിയോളജി പറയുന്നത്. ഇനി എന്താണ് റിക്വസ്റ്റ് ആൻഡ് ഡോക്യുമെന്റ് സ്കാനിങ്. ഇവിടെ പറയുന്നത് പല ഡോക്യുമെന്റ്സുകൾ കൃത്യമായിട്ട് സ്കാൻ ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനും സഹായിക്കുന്നുണ്ട്. ഡോക്യുമെന്റുകൾ സ്കാൻ ചെയ്യാനായിട്ട്, അത് കൃത്യമായിട്ട് സ്കാൻ ചെയ്യാനായിട്ട് സ്റ്റോർ ചെയ്യാനായിട്ടും സഹായിക്കും. ഇനി നെക്സ്റ്റ് ആണ് റിസൾട്ട് എൻട്രി. റിസൾട്ട് കുറച്ചുകൂടി ഈസി ആക്കി കിട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. റിസൾട്ടുകൾ പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ടും അത് കുറച്ചുകൂടി ഈസി ആക്കാനായിട്ടും സഹായിക്കുന്നു. ഇനി ഡിജിറ്റൽ റിപ്പോർട്ടിംഗ് യൂഷ്വലി യൂസിങ് വോയിസ് റെക്കഗ്നിഷൻ. ഓക്കെ, ഇവിടെ പറയുന്നത് വോയിസ് കൊടുത്തുകൊണ്ട് റിപ്പോർട്ടുകൾ ഡിജിറ്റൽ ആയിട്ട് എടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? നമുക്ക് വോയിസ് കൊടുത്തുകൊണ്ട് റിപ്പോർട്ടുകൾ ഡിജിറ്റലൈസ് ചെയ്തിട്ട് ഡിജിറ്റലായിട്ട് എടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി എന്താണ് പ്രിന്റബിൾ ലൈക്ക് പേഷ്യന്റ് ലെറ്റേഴ്സ് ആൻഡ് പ്രിന്റഡ് റിപ്പോർട്ട്സ്. നമുക്ക് റിപ്പോർട്ടുകളൊക്കെ പെട്ടെന്ന് തന്നെ പ്രിന്റ് ചെയ്ത് കിട്ടാനായിട്ട് സഹായിക്കുന്നു. ഇനി എന്താ പറയുന്നത്, റിസൾട്ട് ട്രാൻസ്മിഷൻ via integration or emailing of clinical reports. അപ്പൊ ഇവിടെ പറയുന്നത് ക്ലിനിക്കൽ റിപ്പോർട്ട്സുകൾ ആളുകളിലേക്ക് ഇമെയിൽ വഴി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അങ്ങനെയുള്ള റിപ്പോർട്ട്സുകൾ നമുക്ക് എന്താണ് ഇമെയിൽ വഴി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ആളുകളിലേക്ക് പെട്ടെന്ന് തന്നെ ഇമെയിൽ ചെയ്യാനായിട്ടും എന്താണ് ഈ റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം സഹായിക്കുന്നുണ്ട്. ഇനി പേഷ്യന്റ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞാല് പേഷ്യൻസിന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെയാണ് ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാല് ഡോക്യുമെന്റ്സുകൾ പല സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഡോക്യുമെന്റ്സുകൾ പല സോഫ്റ്റ്വെയർ യൂസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അത് ഫോർ എക്സാമ്പിൾ പറയാം, എന്താണ് മൈക്രോസോഫ്റ്റ് വേഡ്, അതുപോലെ തന്നെ ഗൂഗിൾ ഫോംസ്. ഇതിലൂടെയൊക്കെ നമുക്ക് പല എക്സാമ്പിളുകളിൽ ഉണ്ട്. ജസ്റ്റ് മിസ് മനസ്സിലാവാൻ വേണ്ടി രണ്ടെണ്ണം എഴുതിയതാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചതാണ്. അപ്പോ ഇന്ററാക്റ്റീവ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്യുമെന്റുകൾ പല സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്തുകൊണ്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി എന്താണ് ക്രിയേഷൻ ഓഫ് ടെക്നിക്കൽ ഫയൽസ്. അപ്പോ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ യൂസ് ചെയ്യുന്ന എന്താണ് ഈ എക്യുപ്മെന്റ്സുകളുടെ റെക്കോർഡിംഗ് ഡീറ്റെയിൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റില് പല എക്യുപ്മെന്റ്സുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അതിന്റെയൊക്കെ റെക്കോർഡിംഗ് ഡീറ്റെയിൽസുകൾ എങ്ങനെയാണ് ഈ റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ വഴി അത് എന്താണ് അതിന്റെ റെക്കോർഡിംഗ് ഡീറ്റെയിൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇനി മൊഡാലിറ്റി ആൻഡ് മെറ്റീരിയൽ മാനേജ്മെന്റ്. എന്താണ് മെറ്റീരിയൽസിന്റെ ഇമേജിംഗ് രീതികൾ മാനേജ് ചെയ്യാനായിട്ടും കോർഡിനേറ്റ് ചെയ്യാനായിട്ടും സഹായിക്കുന്നുണ്ട്. മെറ്റീരിയൽസിന്റെ ഇമേജിംഗ് രീതികൾ പല രീതികളിലൂടെ ഇമേജസുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ടും കോർഡിനേറ്റ് ചെയ്യാനായിട്ടും സഹായിക്കുന്നു. കൺസെന്റ് മാനേജ്മെന്റ്. കൺസെന്റ് എന്താണ് സമ്മതം അല്ലെ. ഓക്കെ, പേഷ്യൻസിന്റെ കൺസെന്റ് അനുസരിച്ച് മാനേജ് ചെയ്യാനായിട്ടും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ബേസിക് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താണ്, പേഷ്യന്റ് രജിസ്ട്രേഷൻ ആൻഡ് ഷെഡ്യൂളിംഗ്, പേഷ്യന്റ് ലിസ്റ്റ് മാനേജ്മെന്റ്, മൊഡാലിറ്റി ഇന്റർഫേസ് യൂസിംഗ് വർക്ക് ലിസ്റ്റ്, വർക്ക് ഫ്ലോ മാനേജ്മെന്റ് വിത്തിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റേഡിയോളജി, റിക്വസ്റ്റ് ആൻഡ് ഡോക്യുമെന്റ് സ്കാനിംഗ്, റിസൾട്ട് എൻട്രി, ഡിജിറ്റൽ റിപ്പോർട്ടിംഗ്, പ്രിന്റബിൾ like patient letters and printed reports, result transmission, integration or emailing of clinical reports, patient tracking, interactive documents, creation of technical files, modality and material management, consent management. ഇത്തരം കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ.
Okay. Next നോക്കാം. Next, computerized physician order entry. Next, ABC പറഞ്ഞു. ഇനി next D ആണ്. എന്ത് 4 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ഇനി അതിലെ 4ാമത്തെ കാര്യമാണ് എന്ത് computerized physician order entry. Okay. Computerized physician order entry. Expanded form ചോദിക്കാം. CPOE. Underline ചെയ്യാം ട്ടോ. Expand CPOE എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളയരുത് കേട്ടോ. Computerized physician order entry എന്നുള്ളത് ഓർത്ത് വെച്ച് പഠിക്കാം. Otherwise known as. ഇനി otherwise known as 2 തരത്തിൽ പറയുന്നുണ്ട് നോക്കിയേ. Computerized provider order entry അണ്ടർലൈൻ ചെയ്യാം. ഇനി വേറെ തരത്തിൽ എന്താ പറയുന്നത് computerized practitioner order entry. 3 തരത്തിലാണ് പറയുന്നത്. എന്തൊക്കെയാണ് computerized physician order entry, computerized provider order entry, computerized practitioner order entry. Okay, refers to the process of a medical professional entering and sending medication orders and treatment instructions electronically by way of a computer application instead of on paper chart. ഇവിടെ പറയുന്നത് ജസ്റ്റ് സിംപ്ലിഫൈ ആയിട്ട് മിസ് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് പറഞ്ഞു തരണോ ഞാൻ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതിയോ? ജസ്റ്റ് ഒരു ലൈനുള്ളൂ, വേണമെങ്കിൽ എഴുതാം. 2-3 ലൈനുള്ളൂ. എഴുതിയെടുക്കണോ? ജസ്റ്റ് പറഞ്ഞു തരാം കേട്ടോ, ഒന്ന് എഴുതിയെടുത്തോളൂ. ഇറ്റ് ഈസ് എ ഓക്കെ, ഞാൻ പറയാം, നിങ്ങൾ എഴുതിയെടുത്തോളൂ കേട്ടോ. ഇറ്റ് ഈസ് എ health care interaction. It is a health care interaction system. Health care interaction system that allows physician to electronically enter medical orders It is a healthcare interaction system that allows physician to electronically enter medical orders such as medication,
lab test and radiology exams directly into a computer patient safety. Okay, it is a healthcare interaction system that allows physician to electronically enter medical orders such as medication, lab tests, and radiology exams directly into a computer patient safety. ഇനി അതിന്റെ ഒരു ബെനഫിറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 4 എണ്ണം ഉണ്ട്. ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം. ബെനഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈഫൺ ഇട്ട് കൊടുത്തിട്ട് എഴുതിയാൽ മതി. ബെനഫിറ്റ്സ്. ഫസ്റ്റ് ബെനഫിറ്റ് ആണ് improve patient safety. Increase efficiency. Improve patient safety, increase efficiency, enhanced quality care. Reduced cost. Okay. അപ്പോ നമ്മൾ പറഞ്ഞു എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വിധത്തിലാണല്ലേ പറയുന്നത്. എന്തൊക്കെയാണ് രണ്ട് നെയിമുകൾ? എന്തൊക്കെയാണ്? കമ്പ്യൂട്ടറൈസ്ഡ് പ്രൊവൈഡർ ഓർഡർ എൻട്രി, കമ്പ്യൂട്ടറൈസ്ഡ് പ്രാക്ടീഷണർ ഓർഡർ എൻട്രി. ഇനി അതിൽ പറയുന്നത് എന്താണ്? തന്നിരിക്കുന്നതാണ് കേട്ടോ പറയുന്നത്. എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ഹെൽത്ത് കെയർ ഇന്ററാക്ഷൻ സിസ്റ്റം that allow physician to electronically enter medical orders such as medications, lab tests, and radiology exams directly into a computer patient safety. എന്താണ്? ഒരു ഫിസിഷ്യനെ മെഡിക്കേഷൻസ്, ലാബ് ടെസ്റ്റുകൾ, റേഡിയോളജിക്കൽ എക്സാമിനേഷൻസ്, റേഡിയോളജിക്കൽ ടെസ്റ്റുകളുമായിട്ട് അത് ഇലക്ട്രോണിക്കലി റെക്കോർഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് ഇത് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു ഫിസിഷ്യനെ മെഡിക്കേഷൻസ്, മരുന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ ലാബ് ടെസ്റ്റുകൾ, റേഡിയോളജി ടെസ്റ്റുകൾ അത് ഇലക്ട്രോണിക്കലി റെക്കോർഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സംവിധാനമാണ് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി എന്ന് പറയുന്നത്. ഇനി അതിന്റെ ബെനിഫിറ്റ്സ് നമ്മൾ എഴുതിയല്ലേ? 4 കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ഇംപ്രൂവ്ഡ് പേഷ്യന്റ് സേഫ്റ്റി, അല്ലെ? പേഷ്യന്റിന്റെ സുരക്ഷിതത്വം ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഇൻക്രീസ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. നല്ല രീതിയിൽ ക്വാളിറ്റി കെയർ, ഗുണനിലവാരമുള്ള കെയർ പേഷ്യൻസിന് കൊടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. കോസ്റ്റ് എന്താണ്? റിഡ്യൂസ് ആണ്, അല്ലെ? ലോ കോസ്റ്റ്. ഇത്തരം കാര്യങ്ങളാണ് ബെനിഫിറ്റുകളായിട്ട് വരുന്നത്. ഇംപ്രൂവ്ഡ് പേഷ്യന്റ് സേഫ്റ്റി, ഇൻക്രീസ് എഫിഷ്യൻസി, എൻഹാൻസ്ഡ് ക്വാളിറ്റി കെയർ, റിഡ്യൂസ് കോസ്റ്റ്. ഓക്കെ ആണോ? ഇത്തരം കാര്യങ്ങളാണ് 4 കാര്യങ്ങളായിട്ട് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി വരുന്നത് യൂസസ് ആണ്. ഒന്ന് വായിച്ചു നോക്കി. 4 കാര്യങ്ങള്. EHR നമ്മൾ പറഞ്ഞു. അതുപോലെ പറഞ്ഞത് ഏതൊക്കെയാണ്? LIMS. C പറഞ്ഞത് ഏതാ? റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. D ഏതാ പറഞ്ഞത്? കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി. ഇത്തരം കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
ക്ലിയർ ആണോ? 4 കാര്യങ്ങള് ABCD. Okay, ഇനി നെക്സ്റ്റ് ആണ് 10 uses of computers in hospitals. First one ആണ് maintain patient information. Patient information is kept organized, safe and freely available on a computer. In an emergency, medical staff need to access to patient records. There are lesser risk of data loss and or mismatching by using a computer. അറിയാം എന്താണ് കമ്പ്യൂട്ടേഴ്സിന്റെ ഹോസ്പിറ്റലിലെ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നതിന്റെ 10 യൂസേഴ്സ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് ആണ് ഇത് മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫർമേഷൻ അല്ലെ, രോഗിയുടെ വിവരങ്ങൾ നമുക്കറിയാം മെഡിക്കൽ റെക്കോർഡ്സിലൂടെ അല്ലെ EHR-യുടെ എന്താണ് രോഗിയുടെ വിവരങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്, ഇൻഫർമേഷൻ സിസ്റ്റത്തില് സൂക്ഷിക്കുന്നുണ്ട്. അപ്പോ രോഗിയുടെ വിവരങ്ങൾ ഓർഗനൈസ് ചെയ്ത് കമ്പ്യൂട്ടർ സിസ്റ്റത്തില് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അപ്പോ ഇനി എന്തെങ്കിലും ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുമ്പോ എന്തെങ്കിലും എമർജൻസി കേസുകൾ വരാം, ഹോസ്പിറ്റലുകളാണ് അല്ലെ, പെട്ടെന്ന് തന്നെ അല്ലെ എപ്പോഴും വേണമെങ്കിലും നമ്മൾ എന്താണ് റെഡി ആയിട്ടിരിക്കണം. എമർജൻസി കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ, അപ്പോ എമർജൻസി കേസുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റാഫുകൾക്ക് എന്താണ് പെട്ടെന്ന് തന്നെ പേഷ്യൻസിന്റെ റെക്കോർഡുകൾ എടുക്കാനായിട്ട് അല്ലെങ്കിൽ എടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് ഈ പേപ്പർ റെക്കോർഡ്സ് ഒക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഉള്ളിൽ നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ എന്താണ് പെട്ടെന്ന് തന്നെ അത് എടുക്കാനായിട്ട് എളുപ്പമാണ് അല്ലെ. ഇല്ലേ, അത് സൂക്ഷിച്ചു വെക്കുന്നത് കൊണ്ട് തന്നെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് സൂക്ഷിച്ചു വെക്കുന്നത് കൊണ്ട് തന്നെ സേഫ് ആണ്, അതുപോലെ തന്നെ റീഡബിൾ ആണ്, അതുപോലെ തന്നെ എന്താണ് നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് ക്വിക്കായിട്ട് എടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ റിസ്കുകൾ കുറവായിരിക്കും. അതുപോലെ ഈ മിസ്മാച്ചിങ് അല്ലെ, ഈ എന്താണ് പൊരുത്തക്കേടുകളൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് രോഗിയുടെ വിവരങ്ങൾ എൻ്റർ ചെയ്യുന്നതിലൂടെ നമുക്ക് പല റിസ്കുകൾ കുറയുന്നുണ്ട്. അതുപോലെ തന്നെ പൊരുത്തക്കേടുകൾ മിസ്മാച്ചിങ്ങും കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതാണ് ഫസ്റ്റ് വൺ പറഞ്ഞത്, മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫോർമേഷൻ. ക്ലിയർ ആണോ? ഓക്കെ, രോഗിയുടെ വിവരങ്ങള് നമ്മൾ എന്താണ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, ഇങ്ങനെ എൻ്റർ ചെയ്ത് വെക്കുമ്പോ അത് സേഫ് ആണ്, അതുപോലെ തന്നെ റീഡബിൾ ആണ്. അതുപോലെ നമുക്ക് എന്തെങ്കിലും എന്താണ് എമർജൻസി കേസുകൾ വരാം, ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ റെഡി ആയിട്ടിരിക്കണം. എമർജൻസി കേസുകൾ വരുമ്പോ അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും എമർജൻസി കേസുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ സ്റ്റാഫുകൾക്ക് രോഗിയുടെ ആ റെക്കോർഡുകൾ പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് എടുക്കാനായിട്ട് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ സഹായിക്കുന്നുണ്ട്. സിസ്റ്റം വഴി സഹായകമാണ്. അതുപോലെ തന്നെ എന്താണ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് മൂലം പല റിസ്കുകൾ കുറയ്ക്കാനായിട്ടും പൊരുത്തക്കേടുകൾ കുറയ്ക്കാനായിട്ടും മിസ്മാച്ചിങ് കുറയ്ക്കാനായിട്ടും സഹായിക്കും. നെക്സ്റ്റ് ആണ് എന്താ മോണിറ്റർ പേഷ്യൻസ്.
hospitals now utilize computers to keep track of vital signs such as heart rate and blood pressure. Accordingly, the computer monitoring system collects helpful patient data. It is possible to get back that data for future use in research or other purposes. ഇവിടെ പറയുന്നത് മോണിറ്റേഴ്സ് പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോ ഹൃദയസ്പന്ദനം അല്ലെ, ഹൃദയസ്പന്ദനം അതുപോലെ തന്നെ എന്താണ് ഈ ബ്ലഡ് പ്രഷർ, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള വൈറ്റൽ സൈൻസ് ഒക്കെ നിരീക്ഷിക്കുന്നതിനായിട്ട് ഹോസ്പിറ്റലുകളിൽ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ചിത്രം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും രോഗിയുടെ ഹാർട്ട് റേറ്റുകള് അതുപോലെ തന്നെ എന്താണ് ബ്ലഡ് പ്രഷർ ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലുകളിൽ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ എന്താ പറയുന്നത്, കൂടാതെ additionally the computer monitoring system connects the helpful patient data അല്ലെ. കമ്പ്യൂട്ടർ മോണിറ്ററിംഗ് സംവിധാനം സിസ്റ്റം പേഷ്യന്റിന്റെ വിവരങ്ങൾ ശേഖരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. It is possible to get back this data for future use in research or other purposes. അതാണ് ഭാവിയിലെ ഗവേഷണത്തിന്, റിസർച്ച് എന്ന് പറഞ്ഞാൽ ഗവേഷണം, അപ്പൊ ഭാവിയിലെ ഗവേഷണത്തിനോ മറ്റ് ആവശ്യങ്ങൾക്കോ വേണ്ടിയിട്ട് ഈ ഡാറ്റ തിരികെ ലഭിക്കുന്നതിന് സാധ്യമാണ്. കാരണം എന്താണ്, നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലാണ് ഡാറ്റകൾ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ എപ്പോ വേണമെങ്കിലും അല്ലെ, നമുക്ക് എപ്പോ വേണമെങ്കിലും നമുക്ക് എന്താണ് റിട്രീവ് ചെയ്തിട്ട് ഡാറ്റകൾ എടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ അതാണ് മോണിറ്റർ പേഷ്യൻസിൽ പറയുന്നത്. എന്താണ് പറഞ്ഞത്, ഹാർട്ട് റേറ്റുകള് അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറുകള് നമ്മൾക്ക് എന്താണ് ഒരു രോഗിയുടെ ഇങ്ങനെയുള്ള കാര്യങ്ങള് നിരീക്ഷിക്കുന്നതിനായിട്ട് ഹോസ്പിറ്റലുകളിൽ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ കമ്പ്യൂട്ടർ മോണിറ്ററിംഗ് സംവിധാനം സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻസിന്റെ വിവരങ്ങള് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ, ശേഖരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഭാവിയിലെ ഗവേഷണത്തിനോ മറ്റു ആവശ്യങ്ങൾക്കോ വേണ്ടിയിട്ട് ഡാറ്റകൾ തിരികെ ലഭിക്കുന്നതിന് ഇത് സാധ്യമാണ്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് ഇത് മെഡിക്കൽ റിസർച്ച്. മെഡിക്കൽ റിസർച്ച് നോക്കാം. To understand more about a certain ailment, clinicians may now search medical databases. The capacity of medical staff to get and apply knowledge is being improved using computers in healthcare. എന്താണ് ഇതിൽ പറയുന്നത്, മെഡിക്കൽ റിസർച്ച് അല്ലേ. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, to understand more about a certain ailment, clinicians may now search medical database. ഒരു പ്രത്യേക രോഗത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഡോക്ടർമാര് എന്താണ് ഇപ്പോ മെഡിക്കൽ ഡാറ്റാബേസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോഴുള്ള ഒരു ജനറേഷനിൽ എന്താണ് മെഡിക്കൽ ഡാറ്റാബേസുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ പ്രത്യേക രോഗത്തെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാര് എന്താണ് മെഡിക്കൽ ഡാറ്റാബേസുകളാണ് ഉപയോഗിക്കുന്നത്. ആരോഗ്യ രംഗത്ത് കൂടുതൽ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് അറിവ് നേടാനായിട്ടും അതുപോലെ തന്നെ അത് പ്രയോഗിക്കുന്നതിനുമുള്ള മെഡിക്കൽ സ്റ്റാഫുകളുടെ ശേഷി മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഹെൽത്ത് കെയർ മേഖലകളില് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് അറിവ് നേടാൻ ഓരോ സ്റ്റാഫുകൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കാറുണ്ട് അല്ലെ. അത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള പ്രാക്ടീസുകൾ ഒരു സ്റ്റാഫുകൾക്ക്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ അതിൽ പ്രാക്ടീസിലൂടെ അവർക്ക് എന്താണ് കൂടുതൽ അത് പ്രാക്ടീസ് ആവാനായിട്ടും എക്സ്പീരിയൻസ് ആവാനായിട്ടും കൂടുതൽ അത് പ്രയോഗിക്കാനായിട്ടും അല്ലെ, ഓരോ കാര്യങ്ങളിലും ഈ എന്താണ് ഇൻഫർമേഷൻസ്, ഈ എന്താണ് നോളജ് കൂടുതൽ പ്രയോഗിക്കാനായിട്ടും
മെഡിക്കൽ സ്റ്റാഫിനെ ശേഷി അല്ലെ അവർക്ക് എന്താണ് നല്ല രീതിയിൽ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതിന് എക്സ്പീരിയൻസ് ആവും. അപ്പൊ എന്താണ് ഹോസ്പിറ്റലിലെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ വിഭവശേഷി വർദ്ധിപ്പിക്കാനായിട്ടും നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ടും അവരെ സഹായിക്കുന്നത് എന്താണ് കമ്പ്യൂട്ടർ സിസ്റ്റം ആണ്. മെഡിക്കൽ റിസർച്ചിൽ എന്താ പറയാ നമ്മള് ഒരു പ്രത്യേക രോഗത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സും ഈ ടൈമിൽ എന്താണ് ഉപയോഗിക്കുന്നത് മെഡിക്കൽ ഡാറ്റാബേസ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ആരോഗ്യ രംഗത്ത് ഹെൽത്ത് കെയർ മേഖലകളിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് അറിവ് നേടാനായിട്ട് അത് പ്രയോഗിക്കുന്നതിനുമുള്ള മെഡിക്കൽ സ്റ്റാഫിന്റെ ശേഷി മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയേ, 3 യൂസസ് ആണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ചിലപ്പോ മിസ് എന്നൊരു 12 മണി വരെ ക്ലാസ് എടുക്കൂട്ടോ, ഇത് തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇടയ്ക്കൊരു ബ്രേക്ക് തരാം കേട്ടോ. യൂസസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ചിലപ്പോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടത് നമ്മുടെ അല്ലെ മാർക്ക് കളയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. പോയിന്റ്സ് വെച്ച് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാലോ, ഒരു കൺസെപ്റ്റ് അറിയാൻ പറ്റുമല്ലോ. പോയിന്റ്സ് മാത്രം ഒന്ന് നോക്കാം. ാണോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് നിങ്ങളൊരു 10 മിനിറ്റ് ഒന്ന് ബ്രേക്ക് എടുത്തോളൂ കേട്ടോ. വെള്ളം കുടിച്ചിട്ട് വരാനുള്ളവര് വെള്ളം കുടിച്ചിട്ട് വരാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തോളൂ കേട്ടോ.
ഓക്കെ, എല്ലാവരും വന്നോ? ബ്രേക്ക് എടുത്തു കഴിഞ്ഞോ എല്ലാവരുടെ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഇനി നെക്സ്റ്റ് യൂസസ് ആണ് ഇൻവെന്ററി. Knowing what medication are on hand is very necessary for a patient's therapy. The rehabilitation process might be slowed down if a doctor prescribes a medication that is not on stock. Thus, it is important to keep an inventory list up to date. Meanwhile, inventory control is divisive for hospital and medical facilities. Therefore, inventory managers can trace stock levels through to computers. Okay, inventory എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചില്ലേ? മെറ്റീരിയൽ മാനേജ്മെന്റ് ഒക്കെ പഠിച്ചതാണല്ലേ? എന്താണ് ഇൻവെന്ററി എന്ന് പറഞ്ഞാല്? സ്റ്റോക്ക് അല്ലെ, മെറ്റീരിയൽസ് അല്ലെ, സ്റ്റോക്ക് ആണ് അല്ലെ. അപ്പോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു പേഷ്യൻസിന് നമ്മൾ മരുന്ന് കൊടുക്കുമ്പോ ഇത്തരത്തിലുള്ള മെഡിസിൻസ് അവിടെ സ്റ്റോക്ക് ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? ഏതൊക്കെ മരുന്നുകളാണ് അവിടെ സ്റ്റോക്ക് ഉള്ളത്, അതിനനുസരിച്ച് വേണം ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ എഴുതാനായിട്ട്. മനസ്സിലായോ? അപ്പൊ ഒരു പേഷ്യൻസിന് മരുന്നുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എത്തരത്തിലുള്ള അല്ലെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ എത്തരത്തിലുള്ള മരുന്നുകളാണ് സ്റ്റോക്ക് ഉള്ളത് എന്ന് അറിഞ്ഞിട്ട് വേണം എഴുതാനായിട്ട്. അല്ലെങ്കിൽ എന്തായിരിക്കും? ഇപ്പോ സ്റ്റോക്ക് ഇല്ലാത്ത മരുന്നുകളാണെങ്കിൽ ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ആ വ്യക്തിയുടെ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് അല്ലെ, പുനരധിവാസ പ്രോസസ്സ്, പുനർജീവിതത്തിലേക്ക് നയിക്കുന്ന മരുന്ന് കൊടുത്തു കഴിഞ്ഞാലേ രോഗിക്ക് എന്തുണ്ടാവുള്ളൂ? ആ കണ്ടീഷൻ ബെറ്റർ ആവുള്ളൂ അല്ലെ. അപ്പൊ ആ കണ്ടീഷൻ ബെറ്റർ ആവാനായിട്ട് മരുന്ന് കൊടുക്കണം. അവിടെ മരുന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? അത് ആ വ്യക്തിയുടെ നിലനിൽപ്പിനെ ബാധിക്കും അല്ലെ. ആ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് അവിടെ മന്ദീഭവിപ്പിക്കും അല്ലെ. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ മെഡിസിൻ ലിസ്റ്റ് കീപ്പ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോ അവിടെ പറയുന്നത് എന്താണ്? പേഷ്യൻസിന് മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എത്തരത്തിലുള്ള മരുന്നുകളാണ് അവിടെ സ്റ്റോക്ക് ഉള്ളത് എന്നതിനനുസരിച്ച് വേണം ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അവിടെ ലിസ്റ്റിലില്ലാത്ത അല്ലെങ്കിൽ സ്റ്റോക്കിൽ ഇല്ല, മരുന്നുകൾ സ്റ്റോക്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ആ പേഷ്യൻസിന്റെ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് സ്ലോ ഡൗൺ ആക്കുന്നു. അതുകൊണ്ട് തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് മരുന്നിന്റെ ലിസ്റ്റുകൾ കീപ്പ് ചെയ്ത് വെക്കണം. അതെന്താണ്? ഈ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുക എന്നത് നല്ല രീതിയിൽ സ്റ്റോക്ക് കൺട്രോൾ ചെയ്യണം അല്ലെ. കറക്റ്റ് അപ് ടു ഡേറ്റ് ആയിട്ട് സ്റ്റോക്ക് ലിസ്റ്റ് അപ് ടു ഡേറ്റ് ആയിട്ട് വെക്കാം. സ്റ്റോക്ക് കൺട്രോൾ ചെയ്യാം. സ്റ്റോക്ക് കൺട്രോൾ ചെയ്യുക എന്നത് എന്താണ്? ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായകമായിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. അപ്പോ ഇൻവെന്ററി കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റോക്ക് ലെവല് നല്ല രീതിയിൽ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. മരുന്നുകൾ സ്റ്റോക്കുള്ള മരുന്നുകൾ മാത്രം ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അങ്ങനെ പ്രിസ്ക്രൈബ് അവിടെ സ്റ്റോക്കുകൾ ഇല്ലാത്ത മരുന്നുകളാണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുക എന്നതെങ്കിൽ ആ വ്യക്തിയുടെ ആ പേഷ്യൻസിന്റെ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് അവിടെ സ്ലോ ഡൗൺ ആണ്. ക്ലിയർ ആയോ? അത്രയും കാര്യങ്ങളാണ് ഇൻവെന്ററിയിൽ പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് യൂസസ് ഇൻ സർജിക്കൽ പ്രൊസീജിയേഴ്സ്. Computers can perform multi-faceted tasks with accuracy, so the use of computers in operating rooms can save lives. For completing complicated treatment, surgeons depend on computers. അപ്പൊ എന്താണ് എവിടെയും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? സർജിക്കൽ പ്രൊസീജിയർ, സർജറിയുമായിട്ട് ബന്ധപ്പെട്ടും കമ്പ്യൂട്ടേഴ്സ് ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ശസ്ത്രക്രിയ നടപടിക്രമങ്ങളിലും കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ആ പാരഗ്രാഫിൽ പറയുന്നത്? ആ 2 പോയിന്റിൽ എന്താ പറഞ്ഞത്? നമ്മള് ഒരുപാട് കാര്യങ്ങൾ കൃത്യതയോടുകൂടി ചെയ്യാനായിട്ട് നമ്മൾ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഓപ്പറേഷൻസ് റൂംസില് കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകളുടെ
ലൈഫ് സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സങ്കീർണമായ ചികിത്സ പൂർത്തിയാക്കുന്നതിന് ശാസ്ത്രക്രിയ വിദഗ്ധര് സർജൻസ് കമ്പ്യൂട്ടറുകളെ ആശ്രയിക്കുന്നുണ്ട്. നല്ല രീതിയിൽ നല്ല രീതിയിലാണ് ട്രീറ്റ്മെന്റുകൾ നടക്കാൻ വേണ്ടിയിട്ടും ശസ്ത്രക്രിയ നടക്കാൻ വേണ്ടിയിട്ടും കമ്പ്യൂട്ടറുകളെ സർജൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരുപാട് ആളുകളുടെ ലൈഫ് സേവ് ചെയ്യാനും ആരെ ഉപയോഗിക്കുന്നുണ്ട്? കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് ഇമേജിംഗ് യൂസസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഹോസ്പിറ്റൽ. അതിന്റെ തുടർച്ചയായിട്ടുള്ള പോയിന്റ് തന്നെയാണ് മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് ഇമേജിംഗ്. അപ്പൊ നമുക്ക് നോക്കാം. കമ്പ്യൂട്ടേഴ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ടു ഓപ്പറേറ്റ്. 1 minute. Okay, നോക്കാം. Computers are widely used to operate medical machinery that conducts crucial medical tests, including ultrasonography, CT scan, MRIs, and blood test, etc. Doctors also utilize computers to display their findings and to describe the illness and course of the therapy. Computers may be used for 3D modeling and drawing. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? CT scan, MRI, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എക്സ്റേ, CT scan, ബ്ലഡ് ടെസ്റ്റ്, അൾട്രാസോണോഗ്രഫി. ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്? കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇതിന്റെ പ്രിന്റിങ് എടുക്കാനായിട്ട് അല്ലെ, റിപ്പോർട്ടുകൾ തരാനായിട്ടൊക്കെ എങ്ങനെയാണ്? കമ്പ്യൂട്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടേഴ്സ് വഴിയായിട്ടാണ് റിപ്പോർട്ടുകള്, പ്രിന്റിങ്ങുകൾ, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് രോഗങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട ഫൈൻഡിങ്സ്, കണ്ടെത്തലുകൾ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇമേജസുകൾ എടുത്ത് CT സ്കാൻ ഒക്കെ വഴി നമ്മൾ എന്താണ് ഡോക്ടേഴ്സ് അത് ഡിസ്പ്ലേ ചെയ്ത് നോക്കിയിട്ട് അങ്ങനെയുള്ള എന്താണ് രോഗം ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്ന് അതിന്റെ ഫൈൻഡിങ്സ് അതിന്റെ കണ്ടെത്തലുകൾ എത്തുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയുള്ള കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അൾട്രാസോണോഗ്രഫി, CT സ്കാൻ, MRI, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എങ്ങനെയാണ്? കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിന്റെ റിപ്പോർട്ടുകൾ എടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ അതിന്റെ ഡോക്ടേഴ്സ് രോഗങ്ങളുടെ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട ഫൈൻഡിങ്സ് ഡിസ്പ്ലേ ചെയ്യാനായിട്ടും കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ. This use of computers for communication amongst healthcare professionals help the staff and make other job easier because they are sometimes quite busy. Healthcare staff can communicate the real-time chat on the computer to share important information. It is preferable to receive a test or a post if it not. ഇവിടെ പറയുന്നത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ. ഹെൽത്ത് കെയർ മേഖലയില് ഡിഫറെന്റ് സ്റ്റാഫുകൾ അല്ലെ, പ്രൊഫഷണൽസ് ആവാം, ഡിഫറെന്റ് സ്റ്റാഫുകൾ, അവർക്കൊക്കെ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? അവരുടെ ജോബ്, അവരുടെ വർക്കിൽ അവർ ഈസിയർ ആക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ജോബ് ഈസി ആക്കാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടും എന്താണ് ഈ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് healthcare staff can communicate റിയൽ ടൈം ചാറ്റ് അല്ലെ? ഒരു എന്താണ് റിയൽ ടൈം, എന്താണ് ഒരു ലൈവ് ചാറ്റിന് വേണ്ടിയിട്ട് ലൈവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പോസ്റ്റ് ഇറ്റ് നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ എന്താണ് ഇപ്പോ നമ്മൾ എഴുതി വെക്കാറുണ്ട് അല്ലെ? ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു ഡിഫറെന്റ് കളേഴ്സ് ഓഫ് ഷീറ്റിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസുകളിൽ എന്താണ് കുഞ്ഞു കുഞ്ഞു നോട്ടുകൾ എഴുതി വെക്കാറില്ലേ? ഫ്രിഡ്ജിന്റെ മുകളിലൊക്കെ നമ്മൾ ഒട്ടിച്ച് വെക്കുന്നത് കാണാറുണ്ടോ? സിനിമയിലൊക്കെ കുഞ്ഞു കുഞ്ഞു നോട്ടുകൾ എഴുതി വെച്ചിട്ട് പല കളറിലെ പേപ്പേഴ്സിലൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്.
ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള നോട്ടുകളാണ് ഇതെന്ന് പറയുന്നത് പോസ്റ്റ് ഇറ്റ് നോട്ട്. അപ്പൊ അങ്ങനെ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങള് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു വെക്കാറുണ്ട് അല്ലെ, ചെറിയ ചെറിയ ഷീറ്റിലോ കളർ പേപ്പറിലോ ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചു വെക്കാറുണ്ട്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കമ്പ്യൂട്ടറിനുള്ളില് ഡിസ്പ്ലേ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. മറക്കുന്ന കാര്യങ്ങള് കുഞ്ഞി കുഞ്ഞി ഒരു നോട്ടുകളിലാക്കിയിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന് കമ്പ്യൂട്ടേഴ്സ് സഹായിക്കുന്നുണ്ട്, സ്റ്റാഫുകളെ സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അതിന് എക്സാമ്പിൾ ആണ്, പോസ്റ്റ് ഇറ്റ് നോട്ടിന് എക്സാമ്പിൾ ആണ് ഗൂഗിൾ കീപ്പ്, ആപ്പിൾ നോട്ട് ഒക്കെ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് എന്ത്, ടെലിമെഡിസിൻ. ഓക്കെ, ടെലിമെഡിസിൻ നോക്കാം. The act of treating patients remotely while neither the patient nor the practitioner is present physically is considered to be telemedicine. Doctors may now connect with the patient and other medical personnel thanks to computers and cell phones. During natural calamities, telemedicine is the crucial as well. അപ്പൊ ടെലിമെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗിയോ അല്ലെങ്കിൽ പ്രാക്ടീഷണറോ ശാരീരികമായിട്ട് ഹാജരാകാതെ വിദൂരമായിട്ട് രോഗികളെ ചികിത്സിക്കുന്ന ഒരു പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ ടെലിമെഡിസിൻ എന്ന് പറയുന്നത്. നോക്കാം, രോഗിയോ പ്രാക്ടീഷണറോ ഫിസിക്കലി അല്ലെങ്കിൽ ശാരീരികമായിട്ട് ഹാജരാകാതെ വിദൂരമായിട്ട് രോഗികളെ ചികിത്സിക്കുന്ന പ്രോസസ്സ്, അതിനെയാണ് ടെലിമെഡിസിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡോക്ടേഴ്സിന് പേഷ്യൻസുമായിട്ടും അതുപോലെ തന്നെ അതർ മെഡിക്കൽ പേഴ്സണൽസുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടർ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ എന്താണ്, രോഗിയെ ചികിത്സിക്കാനായിട്ടും എന്താണ് കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം നാച്ചുറൽ കലാമിറ്റീസ്. ഇങ്ങനെയുള്ള പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ചിലപ്പോ എന്താണ്, ഡോക്ടർക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല, അല്ലെങ്കിൽ രോഗിക്ക് ഡോക്ടറെ കാണാനായിട്ട് വരാൻ പറ്റില്ല അല്ലെ. അപ്പൊ എന്താണ്, എന്തെങ്കിലും രോഗങ്ങളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ രോഗിയുമായിട്ട് അല്ലെ എന്താണ് ആർക്കെങ്കിലും അവിടേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തില് എന്താണ് ഉപയോഗിക്കുന്നത്, ടെലിമെഡിസിൻ ആണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ഡോക്ടർമാർക്കായാലും അല്ലെങ്കിൽ എന്താണ് പേഷ്യൻസിനായാലും അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ, ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് എത്തിപ്പെടാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും എന്താണ് യൂസ് ചെയ്യുന്നത്, ടെലിമെഡിസിൻ ആണ് ഉപയോഗിക്കുന്നത്. ടെലിമെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രോഗിയോ പ്രാക്ടീഷണറോ ശാരീരികമായിട്ട് ഹാജരാകാതെ വിദൂരമായിട്ട് രോഗികളെ ചികിത്സിക്കുന്ന പ്രോസസ്. കിട്ടിയോ? എന്താണ് ടെലിമെഡിസിൻ എന്ന് കൺസെപ്റ്റ് മനസ്സിലായോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് കസ്റ്റമർ സർവീസസ്. എന്താണ്, ഹോസ്പിറ്റൽസ് നൗ use automatic system like artificial intelligence to provide regular customer service to the patients, such as payment, marketing demands and complaints. ഈ പേയ്മെന്റുകൾ നടത്താനായിട്ട് കംപ്ലൈന്റ്സുകൾ, ഇതിനൊക്കെ എന്താണ് ഉപയോഗിക്കുന്നത്, കമ്പ്യൂട്ടർ ഓൺലൈൻ വഴിയായിട്ടാണ് അല്ലെ ആളുകൾ അങ്ങനെ ചെയ്യുന്നത്, പേഷ്യൻസ് ഒക്കെ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ എന്താണ്, നല്ല രീതിയിൽ കസ്റ്റമർ സർവീസ് കൊടുക്കാനായിട്ടും കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ്, ഓൺലൈൻ പേയ്മെന്റ് നമ്മൾ പറഞ്ഞതാണ്. ഹോസ്പിറ്റൽസ് now make use of online payment portals to help patients to pay their hospital bill online. This decreases the chances of errors and the task in this performed in less time. അപ്പോൾ നമുക്കറിയാം എന്താണ്, ഓൺലൈൻ പേയ്മെന്റ് നടത്തുന്നത് എങ്ങനെയാണ്, ബില്ലിംഗ് ഒക്കെ നടത്തുന്നത് ഓൺലൈൻ വഴിയാണ്, കമ്പ്യൂട്ടർ സിസ്റ്റം വഴിയാണ് അല്ലെ, സോഫ്റ്റ്വെയർ സംവിധാനം വഴിയാണ്. അതുകൊണ്ട് തന്നെ എറേഴ്സുകൾ കുറയ്ക്കാനായിട്ടും അതുപോലെ എന്താണ് നമുക്ക് വളരെ കുറവ് ടൈമും മതി അല്ലെ അത് ചെയ്ത് തീർക്കാനായിട്ട്. അങ്ങനെയുള്ള യൂസസും കമ്പ്യൂട്ടറിനെ ഉണ്ട്. ഇനി എന്താണ്, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ 10 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് കമ്പ്യൂട്ടറിന്റെ യൂസസ് എന്ന് പറഞ്ഞാല്. ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താണ്, മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫോർമേഷൻ,
അതുപോലെ തന്നെ മോണിറ്റർ പേഷ്യൻസ്, മെഡിക്കൽ റിസർച്ച്, നെക്സ്റ്റ് വൺ ഇൻവെന്ററി, uses in surgical procedures, medical equipment and imaging, communication, telemedicine, customer services, online payment. Okay, ഇത്തരം 10 കാര്യങ്ങൾ 10 യൂസേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഇനി നെക്സ്റ്റ് ഒരു ചെറിയൊരു പോർഷനും കൂടി ഉണ്ട്. ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ആരാണ്, അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് കൂടി നമുക്ക് നോക്കാനുണ്ട്. ചെറിയ പോയിന്റ്സ് ആണ്, നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. നോക്കാം. ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ, HIM അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഓർഗനൈസ്, ഓവർസീ ആൻഡ് protect patient health information data, which includes the symptoms, diagnosis, medical histories, test result and procedures. Okay, അപ്പൊ എന്താണ് സിംറ്റംസ്? രോഗവുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ, ഡയഗ്നോസിസ്, മെഡിക്കൽ ഹിസ്റ്ററി, ടെസ്റ്റ് റിസൾട്ടുകൾ, പ്രൊസീജിയേഴ്സ്, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്താണ് ഒരു പേഷ്യൻസിന്റെ ഹെൽത്ത് ഇൻഫർമേഷൻ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുന്നതും ഓവർസീ ചെയ്യുന്നതും ആരാണ്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ആണ്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ഇനി എന്താണ്? The exact job description release on the professional's job title. ഓക്കെ, എന്താണ് ഓരോ ജോബ് അനുസരിച്ചും അല്ലെ, അവരുടെ ജോബിനനുസരിച്ച് റെസ്പോൺസിബിലിറ്റീസ് വ്യത്യാസപ്പെട്ടിരിക്കും. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. However, there are some daily tasks that the most health information managers do. അപ്പൊ എന്താണ് ഡെയിലി ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. Duties of health information manager: establish a health information system and process to ensure the complete and accurate documentation of medical records. എന്താണ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ ആ ഡോക്യുമെന്റേഷൻ ആക്യുറേറ്റ് ആണോ, കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട ഡ്യൂട്ടിയും ആരുടേതാണ്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറുടേതാണ്. നെക്സ്റ്റ് നോക്കിയേ. Work with the various medical staff, including nurses and doctors, to enhance the quality and accuracy of patient information. മറ്റു സ്റ്റാഫുകൾ, മെഡിക്കൽ സ്റ്റാഫുകളുമായിട്ട് സഹകരിച്ചുകൊണ്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്? പേഷ്യൻസ് ഇൻഫർമേഷൻ ക്വാളിറ്റി ആൻഡ് ആക്യുറസി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അല്ലെ, പേഷ്യന്റിന്റെ ആ ഇൻഫർമേഷൻ ആ ഡാറ്റയിലും ഗുണനിലവാരത്തോട് കൂടിയിട്ടും അത് കൃത്യതയോടും കൂടിയിട്ടും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്? എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളോടും കൂടി ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട് പറയുന്നത്. അപ്പൊ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടോ, എല്ലാ സ്റ്റാഫുകളും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഇനി എന്താണ്? കോഡ് or collaborate with the coders to ensure secure and bug-free system for controlling health information. എന്താ പറയുന്നത്? EHR-ൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഇൻഫർമേഷൻസ് നമ്മൾ എന്താണ് സുരക്ഷിതമായിട്ട് വെക്കണം. സുരക്ഷിതമായിട്ട് വെച്ച് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അത് സ്റ്റോളൻ ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇല്ലേ? മോഷ്ടിച്ച് കൊണ്ടുപോകാം അല്ലെ. പല ആൾക്കാരും അൺഓതറൈസ്ഡ് ആയിട്ട് എൻട്രി ചെയ്തിട്ട് ഇൻഫർമേഷൻസ് മോഷ്ടിച്ച് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് എന്താണ്? അത് ഒഴിവാക്കാനായിട്ടുള്ള സ്ട്രോങ് പാസ്വേഡ്, കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്ട്രോങ് പാസ്വേഡ് ഉപയോഗിക്കണം. ഓക്കെ, പല ആൾക്കാരും അൺഓതറൈസ്ഡ് ആയിട്ട് എൻട്രി ചെയ്തിട്ട് ഡാറ്റകൾ മോഷ്ടിച്ച് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ഉപയോഗിക്കണം? സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് ഉപയോഗിക്കണം. Make a regular audit to ensure the health information department records and processes complete with the guidelines. ഇവിടെ പറയുന്നത് എന്താണ്? 4ാമത്തെ പോയിന്റിൽ പറയുന്നത് ഹെൽത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് പാലിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? റെഗുലർ ആയിട്ട് ഓഡിറ്റ് നടത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ആരുടെ കടമയാണ് റെഗുലർ ഓഡിറ്റ് നടത്തേണ്ടത്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറിന്റെ കടമയാണ്. ഓക്കെ,
അപ്പൊ എന്താ പറഞ്ഞത്, ഹെൽത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ടുള്ള അവർക്ക് ഓരോ ഗൈഡ് ലൈൻസ് ഉണ്ട് അല്ലെ, ഓരോ പോളിസീസ് ഉണ്ട്, പ്രൊസീജിയേഴ്സ് ഉണ്ട്, കൃത്യമായിട്ട് അവർ പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് റെഗുലർ ആയിട്ട് ഓഡിറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നെക്സ്റ്റ് നോക്കാം. Cooperate with the complaints officers that regularly track audits and denials from third-party auditors and insurance companies and find things in the data. ഇവിടെ പറയുന്നത് ഓഡിറ്റുകൾ വരാം, അതുപോലെ തന്നെ ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ പഠിച്ചപ്പോൾ ഡിനൈൽസിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ, ഇൻഷുറൻസ് കമ്പനീസിന്റെ ഡീനെയിൽസ് ഒക്കെ വരുമ്പോ അത് കൃത്യമായിട്ട് അവരെ കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് എന്താണ് ആ കംപ്ലൈന്റ്സ് ഓഫീസേഴ്സുമായിട്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. ഓക്കെ, അപ്പൊ എന്നാൽ മാത്രമാണ് ആ കമ്പനീസിന്റെ അല്ലെങ്കിൽ എന്താണ് അവരുടെ എല്ലാ കാര്യങ്ങളും ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഇവിടെ പറയുന്നത് എന്താണ്, ഓഡിറ്റുകൾ വരുമ്പോഴും അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനീസിന്റെ ഡിനൈൽസ് വരുമ്പോഴും നമ്മൾ ആരുമായിട്ട് പ്രവർത്തിക്കണം, കംപ്ലൈന്റ്സ് ഓഫീസേഴ്സ്, കംപ്ലൈന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പരിപാലിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കംപ്ലൈന്റ്സ് ഓഫീസേഴ്സുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നിരുന്നാൽ മാത്രമാണ് നമുക്ക് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് ഇൻഫർമേഷൻസ് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ആറാമത്തെ പോയിന്റ് എന്താണ്, ഓർഗനൈസ് ആൻഡ് അനലൈസ് ഹെൽത്ത് ഇൻഫർമേഷൻ for better utilization, process improvement, preparing reports and research processes. അപ്പൊ എന്താ പറയുന്നത്, എന്താണ് ഹെൽത്ത് ഇൻഫർമേഷൻസ് ഓർഗനൈസ് ചെയ്യാം, അനലൈസ് ചെയ്യാം, ഇതിന് വേണ്ടിയിട്ട് ബെറ്റർ യൂട്ടിലൈസേഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവിടെ നടക്കുന്ന എല്ലാ പ്രോസസ്സും ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രിപ്പയറിംഗ് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടും റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ടും ഹെൽത്ത് ഇൻഫർമേഷൻസ് ഓർഗനൈസ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും വേണം. ഇനി these are the some job carried out by the health information managers. ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സിന്റെ ജോബുകളായിട്ട് വരുന്നത്. ഇനി നോക്കിയേ, relying on the specific subfield we end up in, we may have more specialized duties. അപ്പോ എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള സബ് ഫീൽഡുകൾ അനുസരിച്ചുകൊണ്ട് എന്താണ് ഇവർക്ക് എന്താണ് ഹെൽത്ത് കെയർ മാനേജേഴ്സിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ടാകും. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഡ്യൂട്ടീസ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം, വായിച്ചു നോക്കിയേ. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വേറെ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് എടുക്കാത്തത് ഉണ്ടോ? എല്ലാം കംപ്ലീറ്റ് ആക്കിയില്ലേ? ഓക്കെ, വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും പോയിന്റ്സ് പറഞ്ഞതില്? അപ്പോ ഈ ചാപ്റ്ററില് HISന്റെ ഫുൾ ഫോം അതുപോലെ കമ്പോണൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. കമ്പോണൻസ് മോക്ക് ടെസ്റ്റ് ഒക്കെ ഒന്ന് നോക്കാം. കമ്പോണൻസ് വായിച്ചു വെക്കാം. അതുപോലെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് EHR ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് LIMS, RIS റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, അതുപോലെ നെക്സ്റ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി. അതിന്റെ അനദർ നെയിമുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ, ഓരോന്നിന്റെയും 2-3 വെച്ചൊക്കെ ഉണ്ട് ഓരോന്നിനും. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ യൂസസ് ഒന്ന് നോക്കാം, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ബാക്കി നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് വരുന്നത് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ ഡ്യൂട്ടി എന്തൊക്കെയാണെന്ന് ഓർത്ത് വെക്കാം. HIM എക്സ്പാൻഡഡ് ഫോം ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജർ. ഫിഫ്ത് പോയിന്റ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഓഡിറ്റ് നടത്തുമ്പോ, ഓഡിറ്റ് വരുമ്പോ അതുപോലെ തന്നെ എന്താണ് കൃത്യമായിട്ട് ഈ എന്താണ് ഇൻഷുറൻസ് കമ്പനീസിന്റെ ഡിനൈലുകൾ വരുമ്പോ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ കോപ്പറേറ്റ് ചെയ്യാം ആരുമായിട്ട്,
കംപ്ലൈൻസ് ഓഫീസേഴ്സുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാലേ നമുക്ക് എന്താണ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് ഇൻഫർമേഷൻസ് ഒക്കെ എൻട്രി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ കംപ്ലൈൻസ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കുക എന്നല്ല കേട്ടോ, പരിപാലിക്കുന്ന കംപ്ലൈൻസ് പരിപാലിക്കുക എന്നർത്ഥമാണ് വരുന്നത് കേട്ടോ. അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കണം, അത്രേ ഉള്ളൂ നിങ്ങൾക്ക് പറയുന്നത്. ഓക്കെ ആണോ ആൽബിൻ? ഓക്കെ, ജസ്റ്റ് ഒന്ന് റിവിഷൻ തരാനായിട്ട് ടൈം ഇല്ല മിസ്സിന്, അതുകൊണ്ടാണ്. ബാക്കി മോക്ക് ടെസ്റ്റ് നോക്കാം, അതുപോലെ തന്നെ ഗൈഡുകൾ വാങ്ങിച്ച് പഠിക്കാം. അപ്പൊ ഗൈഡുകൾ വാങ്ങിച്ചിട്ടില്ലേ എല്ലാവരും? മെയിൻ എക്സാമിന്റെ ഗൈഡ് നോക്കി പഠിക്കാം കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്യാമറ ഓൺ ചെയ്യാമോ? ജസ്റ്റ് ഒന്ന് ഓണാക്കോ, ജസ്റ്റ് ഒന്ന് നിങ്ങളെ മുഖം ഒന്ന് കണ്ടോട്ടെ പ്ലീസ്. ചെന്നാളും പഠിപ്പിച്ചതല്ലേ അല്ലേ? ഭീഷ്മ, ആൽവിൻ, ഓക്കെ. അപ്പോ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. നന്നായിട്ട് എക്സാം ചെയ്താ നന്നായിട്ട് പഠിക്കുക കേട്ടോ. താങ്ക് യു. മിസ് പ്രാർത്ഥിക്കാം നല്ല മാർക്ക് എല്ലാവർക്കും കിട്ടട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു. ആരും പോവരുത് കേട്ടോ. ഇപ്പോ അശ്വതി മിസ് വരും. ഇംഗ്ലീഷ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക്? അശ്വതി മിസ് വരും, ജസ്റ്റ് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ്. ആരും പോവരുത് കേട്ടോ. ഓക്കെ.